أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العظيم. സൂറത്ത് ശൂറ 64 മുതൽ 68 വരെ. വഅസ്ലഫ്ന, നാം അടുപ്പിച്ചു എന്നാണ്. അസ്ലഫ്ന പിന്നെ ഉസ്ലിഫത്തിൽ ജന്നത്തു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. നരകം സ്വർഗം അടുപ്പിക്കപ്പെട്ടു എന്നതുപോലെ വഅസ്ലഫ്ന, നാം അടുപ്പിച്ചു, സമ്മ അവിടെ, അൽ ആഖരീൻ മറ്റവരെ അഥവാ എതിർകക്ഷിയെ എന്നർത്ഥം. വ അൻജൈന, നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. മൂസ അലൈഹിസ്സലാമിനെ വമൻ മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും, അജ്മഈൻ ഒന്നാകെ അഥവാ എല്ലാവരെയും. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, സുമ്മ പിന്നെ, അഗ്റഖ്ന നാം മുക്കിക്കളഞ്ഞു അഥവാ മുക്കിക്കൊന്നു, അൽ ആഖരീൻ മറ്റവരെ അഥവാ എതിരാളികളെ, ഫിറൗനെയും കൂട്ടരെയും. ഇന്ന ഫീ ദാലിക, നിശ്ചയം അതിലുണ്ട്, ലആയത്തൻ ഉറപ്പായിട്ടും ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, വമാ കാന ആയതുമില്ല അല്ലെങ്കിൽ എന്നിട്ടും ആയില്ല, അക്സറുഹും അവരിൽ അധിക പേരും, മുഅ്മിനീൻ വിശ്വസിക്കുന്നവർ. വ ഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവ അവൻ തന്നെയാണ്, അൽ അസീസ് അജയ്യൻ, അർ റഹീം കരുണാനിധിയും. മൂസാ അലൈഹിസ്സലാമും അദ്ദേഹത്തോടൊപ്പമുള്ളവരും കടൽക്കരയിലെത്തി. അവർ ഭയന്നു. അപ്പോൾ പേടിക്കണ്ട, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്, അവൻ വഴികാട്ടിത്തരുമെന്ന് ധൈര്യം നൽകി. അപ്പോൾ അള്ളാഹു തആല വടികൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ കടൽ രണ്ടായി പിളർന്ന് വലിയ പർവ്വതം പോലെ വെള്ളം മാറി നിന്നു. ഇടയിലൂടെ ഉണങ്ങിയ വഴി രൂപപ്പെട്ടു. അള്ളാഹുവിൻ്റെ സഹായം പ്രകൃതി നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ടുപോലും വിശ്വാസികൾക്ക് വരും എന്നതിൻ്റെ തെളിവ് കണ്ടു. വഅസ്ലഫ്ന സമ്മൽ ആഖരീൻ, അവിടേക്ക് നാം അടുപ്പിച്ചു. സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെയാണെന്നോ, രണ്ടും ഓതിയലുണ്ട്. നാം അവരെ അഥവാ മൂസാ അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ളവരെയും പിടികൂടാൻ വേണ്ടി ഫിറൗനും കൂട്ടരും അവിടുന്ന് പുറപ്പെട്ട് വന്നു അഥവാ കടൽ പിളർന്നിടത്ത് അവിടെ എത്തിച്ചു എന്നർത്ഥം. എന്നിട്ടെന്തുണ്ടായി? മൂസാ അലൈഹി ഇസ്ലാമും കൂട്ടരും തരീഖൻ യബസൻ, ഉണങ്ങിയ വഴി എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, അതിലൂടെ അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോൾ മൂസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, വത്തുറുക്കിൽ ബഹറ റഹബൻ, കടൽ അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ, അഥവാ തിരിച്ച് വടികൊണ്ടടിച്ച് പഴയ പോലെ ആക്കേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെ വഴി തുറന്നു കിടക്കുന്നു കണ്ടപ്പോൾ ഫിറൗനും കൂട്ടരും പിന്നാലെ ഇറങ്ങി. ആ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൻജൈന മൂസ വമൻ മഅഹു അജ്മഈൻ സുമ്മ അഗ്റഖനൽ ആഖരീൻ, മൂസായെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും എല്ലാവരെയും രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖനൽ ആഖരീൻ, പിന്നെ മറ്റവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അൻജൈന മൂസായെ രക്ഷപ്പെടുത്തി, വമൻ മഅഹു
അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ എന്ന് പറഞ്ഞതിൽ സൂക്ഷ്മമായൊരു കാര്യമുണ്ട്. കൂടെയുള്ളവരെല്ലാവരും മുഅ്മിനുകളും മുത്തഖികളും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരായ ആളുകളുമാണോ? അല്ല. സാമിരി ഉൾപ്പെടെയുള്ള ആളുകൾ അതിലുണ്ട്. കടൽ കടന്ന ശേഷം വിഗ്രഹം ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഹ്വാനം അനുസരിച്ച് പുറപ്പെടാൻ തയ്യാറായപ്പോൾ തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടി. അവർ പശു ആരാധനക്കാരൊക്കെ ആയിട്ടും അള്ളാഹു തആല മർദ്ദകനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖനൽ ആഖരീൻ. വെള്ളം പഴയ പോലെ ആയപ്പോൾ ഫിറൗന് മുങ്ങാണെന്ന് മനസ്സിലായി. അപ്പോൾ ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലദി ആമനത്തു ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായീല്യർ വിശ്വസിച്ചതല്ലാതെ ഇലാഹില്ല എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഫിറൗൻ. അള്ളാന്റെ മറുപടി അലാന വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? നീ മുമ്പ് ധിക്കാരിയായിരുന്നു, നീ ഫസാദ് ഉണ്ടാക്കുന്നവരിൽപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ വേണ്ട എന്നർത്ഥം. അഥവാ ആലോചിക്കാതെ വിശ്വസിക്കാനും അതുപോലെ തന്നെ ഇതുവരെ ബോധ്യം വന്നിട്ടും അംഗീകരിക്കാതെ പിടികൂടുകയാണെന്ന് അറിഞ്ഞപ്പോൾ വിശ്വസിക്കാനുമൊക്കെ സന്നദ്ധരായതുകൊണ്ടൊന്നും അല്ലാഹു തആലാന്റെ അടുത്ത് രക്ഷപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. മഗ്റഖനൽ ആഖരീൻ. ഇന്ന ഫീ ദാലിക ലആയ. നിശ്ചയം അതിൽ ഒരായത്തുണ്ട്. അഥവാ അത് കണ്ടു പഠിക്കാം, ഒരു ഗുണപാഠമുണ്ട്. ആർക്ക്? ഇതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ എതിരാളികളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സൂറത്തിൽ നബിമാരുടെ കഥകളൊക്കെ പറഞ്ഞു വരുന്നത്. ആ മക്ക മുശ്രിക്കുകൾക്ക് തികഞ്ഞ പാഠമുണ്ട്, എതിരാളികൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. ഇന്ന ഫീ ദാലിക ലആയ. അതുപോലെ തന്നെ വിശ്വാസികൾക്കുമുണ്ട് പാഠം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശ്വസിച്ച് മുത്തഖികളും മുഅ്മിനുകളും ഒന്നും ആയിട്ടൊന്നുമില്ല, കൂടെ പോയവർക്ക് പോലും രക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അയറാബികൾ വന്നിട്ട് ഖാലത്തിൽ അയറാബു ആമന്ന കുല്ലൻ തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഉള്ളിൽ വിശ്വാസമില്ലാതെ ആമന്ന എന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനായിട്ടില്ല എന്ന് പറഞ്ഞു, എന്നാലും മുസ്ലിമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, കാരണം ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് അയറാബികളോട് പറയുന്നതുണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ. അപ്പം അങ്ങനെ ഇസ്ലാമിക ഭരണ വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴ്പ്പെട്ട ദിമ്മിയായ കാഫിറുണ്ടല്ലോ, അവർക്ക് പോലും ഇസ്ലാമിക നേതൃത്വം കൊണ്ട് അല്ലെങ്കിൽ ഭരണകൂടം കൊണ്ട് ഗുണമുണ്ടാകും എന്നൊരു തത്വം ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെയും. അഥവാ റസൂല് പറഞ്ഞത് കേട്ടവർക്ക് പോലും രക്ഷയുണ്ടായി. അതേ സമയത്ത് കടുത്ത ധിക്കാരം പ്രവർത്തിച്ച, നശിപ്പിക്കാൻ ശ്രമിച്ച, എന്നിട്ട് കുഫ്ർ മാത്രമല്ല കുഫ്റിൻ്റെ അടിസ്ഥാനത്തിൽ അനീതിയും അക്രമവും പ്രവർത്തിച്ച, മനുഷ്യരെ ദ്രോഹിച്ച ഫിറൗൻ വലിയ ശക്തനായിട്ടും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇന്ന ഫീ ദാലിക ലആയ. എന്നിട്ടോ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇവരിൽ അഥവാ ആരിൽ? മക്കയിലെ എതിരാളികൾ ഈ പാഠങ്ങളൊക്കെ കണ്ടിട്ടും അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരിൽ ഭൂരിഭാഗവും എന്നിട്ടും ആയില്ല എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. മൂസാ നബി പണിയെടുത്തിട്ടും ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നവരായിരുന്നില്ല. ഈ വമാ കാന അക്സറുഹും മുഅ്മിനീൻ എന്ന ഫ്രൈസ് ഈ സൂറത്തിൽ 8 തവണ വരുന്നുണ്ട്. സമൂഹങ്ങളെക്കുറിച്ചൊക്കെ, നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത അവർ ഭൂരിപക്ഷം അംഗീകരിച്ചില്ല എന്നതാണ്. അവരിൽ അധികം ആളുകളും അംഗീകരിച്ചില്ല. മൂസാ നബിയുടെ കൂടെ രക്ഷപ്പെടുത്താൻ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വലിയ സമൂഹം മൊത്തം എതിരായിരുന്നു എന്നാണ്. എല്ലാ സമൂഹത്തിലും നബിമാരോടൊപ്പം രക്ഷപ്പെട്ടത് തുച്ഛം ആളുകളാണ്. അവർ തുച്ഛമായതുകൊണ്ട് രക്ഷപ്പെടാതിരുന്നിട്ടില്ല, ഇവർ വമ്പന്മാരായതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുമില്ല എന്നുമാകാം. അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും സത്യം ആയിട്ടില്ല എന്നിരിക്കെ അവർക്ക് ഇതിൽ പാഠമുണ്ട് എന്നുമാകാം. കാനയുടെ രണ്ടർത്ഥമുണ്ട്. ആയിത്തീർന്നു അല്ലെങ്കിൽ ആയിരുന്നു, രണ്ടർത്ഥത്തിലും കാന ഉപയോഗിക്കാവുന്നതാണ്. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ആ സംഭവം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നിശ്ചയം താങ്കളുടെ റബ്ബ് അവൻ തന്നെയാണ് അൽ അസീസ്, ഏറ്റവും പ്രതാപവാനും അജയ്യനും. അഥവാ അവൻ വിചാരിച്ചത് നടത്തും. അതിനെതിരായി
ആരെന്ത് പ്ലാൻ ചെയ്താലും ആരെന്ത് ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല. റബ്ബ് തീരുമാനിച്ചതാണ് നടക്കുക. പിന്നെ അർ റഹീം, കരുണാനിധിയാണ്. അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ പിന്നെ ആരുടെ എതിർപ്പുണ്ടെങ്കിലും കാരുണ്യം കിട്ടിയവരാണ് വിജയിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവാണ് യഥാർത്ഥ കാരുണ്യവാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറം ഫിറോവൻ വലിയ അധികാരി ചമഞ്ഞു, ഫിറോവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഗുണം, ഫിറോവിനെ എതിർത്തവർക്ക് ദോഷം അല്ല. അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും, അല്ലാത്തവർക്ക് നാശം എന്നത് ധ്വനിപ്പിക്കുവാൻ വേണ്ടി, ഇത് രണ്ടും ധ്വനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ലഹുവൽ അസീസുർ റഹീം എന്ന് അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.